ഹായ് എവരിവൺ, AC കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ വന്നത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഫോർമാറ്റ് ആണ്. ഈ ഫോർമാറ്റ് നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കണം. വളരെ സിമ്പിളാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ എന്തിനായിരിക്കും ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? നോക്കുക, ഒന്നെങ്കിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് മിസ്സിംഗ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് മിസ്സിംഗ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടുവാണെങ്കിൽ ആ എമൗണ്ട് മിസ്സിംഗ് ആവുകയാണെങ്കിൽ അതുമാകാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് തന്നില്ല എന്നുണ്ടെങ്കിൽ അതും മിസ്സിംഗ് ആകാം. ഈ നാലില് ഏതെങ്കിലും ഒരു ഐറ്റം മിസ്സിംഗ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ഇല്ലസ്ട്രേഷനകത്ത്, അതായത് രണ്ടാമത്തെ ഇല്ലസ്ട്രേഷനകത്ത് ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞതോടൊപ്പം തന്നെ എന്തും കൂടെ വരയ്ക്കേണ്ടി വരും? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാൻ ആവശ്യപ്പെടേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് എത്ര കോളംസ് വേണം? 4 കോളംസ് വരയ്ക്കണം. ഡെബിറ്റ് സെല്ല് 2 കോളം, ക്രെഡിറ്റ് സെല്ല് 2 കോളംസ്. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന ഫസ്റ്റ് ഐറ്റം, അതായത് ക്വസ്റ്റ്യനകത്ത് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡ് ടു ബാലൻസ് BD എന്ന് പറഞ്ഞ് കാണിക്കണം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനകത്ത് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് വല്ലതും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡ് ടു ബാലൻസ് BD എന്ന് പറഞ്ഞണം. ബാലൻസ് BD എന്ന് പറഞ്ഞിട്ടാണ് ഓപ്പണിംഗ് ഡേറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഓപ്പണിംഗ് വരുന്നതോടൊപ്പം തന്നെ ആരും കൂടെ വരേണ്ടി വരും? ക്ലോസിങ് വരേണ്ടി വരും. അപ്പോൾ നമ്മൾ ബാലൻസ് CD എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബാലൻസ് CD കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഞാൻ നിങ്ങളുടെ ആദ്യം എന്തോ പറഞ്ഞത്? ഒന്നെങ്കിൽ ബാലൻസ് BD ആവാം, അല്ലെങ്കിൽ CD ആവാം, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസ ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ആവാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആയിരിക്കും. ഓക്കെ, ഇത് ഫോർമാറ്റ് ആയതുകൊണ്ട് നമുക്ക് മിസ്സിംഗ് ആരായിരിക്കും വരുന്നത്? ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ബാക്കിയുള്ള ഐറ്റംസ് എന്ത് ചെയ്യും? തന്നിരിക്കും. ചിലപ്പോൾ എല്ലാ ഐറ്റംസ് വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് എന്താണ്? ടു ബാലൻസ് BD, അതായത് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ഇനി അതിൻ്റെ താഴെ എന്താണ്? ക്രെഡിറ്റ് സെയിൽ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡ് കാണിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഈ 2 ഐറ്റംസ് മാത്രമേ വരത്തുള്ളൂ. ഈ ഐറ്റം ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഒരു കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ എന്ത് ചെയ്യും? പൈസ കിട്ടും. അപ്പോൾ അതെന്ത് ചെയ്യണം? നിങ്ങൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി നിങ്ങൾ ബ്രാക്കറ്റ് എന്ത് ചെയ്യാം? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ബ്രാഞ്ച്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്. അത് ആരാണ് മെൻഷൻ ചെയ്യുക അതങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ സാധനങ്ങൾ വിൽക്കുമല്ലോ. അപ്പോൾ അത് വിറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യുമല്ലോ. അത് ആ റിട്ടേൺ ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് റിട്ടേൺ ഇൻവോയ്സ്. അപ്പോൾ അത് ഏത് റിട്ടേൺ ആണ് വരുന്നത്? സെയിൽസ് റിട്ടേൺ. അപ്പോൾ റിട്ടേൺ ഇൻവോയ്സ് എന്ന് പറഞ്ഞാലും സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അടുത്തെന്താണ്? കസ്റ്റമേഴ്സിന് എന്തെങ്കിലും അലവൻസ് അനുവദിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ അലവൻസിന് എഴുതാം. പിന്നെ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എഴുതാം. പിന്നെ ബാഡപ്സ്, എന്താണ് ബാഡപ്സ് എന്ന് പറഞ്ഞാൽ? കിട്ടാക്കണം. പിന്നെ അതുപോലെ ബില്ല് റിസീവബിൾ, ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കിട്ടാനുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതാം. ഓക്കെ അല്ലേ? ഈ കിട്ടിയ ബില്ല് നമ്മളത് ചെയ്യും? ഡിസോണർ ആവും. ഡിസോണർ മീൻസ് മടക്കി അയക്കുന്നത്. അപ്പോൾ അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. കണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ ബിൽസ് റിസീവബിൾ, അതായത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വേണം. അത് ഡിസോണർ ആവുകയാണെങ്കിൽ, അത് മടക്കി അയക്കുവാണെങ്കിൽ ഡെബിറ്റ് സൈഡ് ആവും. ആക്ച്വലി നമ്മൾ ഈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഈ 2 ഐറ്റം കമ്പൽസറി ആയിട്ട് എന്തായാലും കാണും. ഓക്കെ, പിന്നെ CD വേണം, പിന്നെ ഈ ക്യാഷ് വേണം. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റംസ് തന്നു വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വന്നു? ക്ലോസിങ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടി വന്നു. അതായത് ബാലൻസ് CD കണ്ടുപിടിക്കേണ്ടി വന്നു. അതാണ് ഞാൻ ഇവിടെ ബാലൻസ് CD ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത് ഇതിനാണ് നമ്മൾ കണ്ടുപിടിച്ചെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ സിമ്പിളാണ്, ഒരു പാടുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയ്ക്കാണ് അടുത്ത ഇല്ലസ്ട്രേഷനകത്ത് ബ്രാഞ്ച് അക്കൗണ്ടും ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഫോർമാറ്റ് മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെ വേണം? ഡെബിറ്റ് സൈഡ് ടു ബാലൻസ് BD ടു ക്രെഡിറ്റ് സൈഡ് കണ്ടല്ലോ. പിന്നെ വരുന്നതാണ് ക്യാഷ്. ക്രെഡിറ്റ് സൈഡ് വരുന്നത് ബൈ ക്യാഷ് ബൈ റിട്ടേൺ ഇൻവോയ്സ്. റിട്ടേൺ ഇൻവോയ്സിൽ വേറെ പേര് എന്താണ്? സെയിൽസ് റിട്ടേൺ. പിന്നെ അലവൻസസ്, ഡിസ്കൗണ്ട്, ബാഡപ്സ്, പിന്നെ ബില്ല് റിസീവബിൾ. കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടിയതായിട്ട് ഇവിടെ കാണിക്കണം. ആ കിട്ടിയ ബില്ല് ഡിസൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ അല്ലേ? ഇത് ഇത്ര ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ബാലൻസിങ് അറിയാലോ. ക്രെഡിറ്റ് സൈഡിൽ കൂട്ടുക, ഡെബിറ്റ് സൈഡിൽ കൂട്ടുക. ഡെബിറ്റ് സൈഡിൽ കൂടി കിടക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കുറവ് വരും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കുറവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാലൻസ് സൈഡിൽ കിട്ടും, അതായത് ക്ലോസിങ് ഡെപ്റ്റേഴ്സ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഏത് സൈഡാണോ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡാണോ കുറവെന്നെങ്കിൽ ഒന്നെങ്കിൽ ബാലൻസ് CD ആവാം, അല്ലെങ്കിൽ ക്യാഷ് ആവാം.
ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ. ഇനി ഡെബിറ്റ് സൈഡ് ആണെങ്കിലോ ഒന്നെങ്കിൽ ബാലൻസ് ബി ഡി ആവാം അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ആവാം. ബാലൻസ് ബി ഡി തന്നിട്ടുണ്ട്, സി ഡി തന്നിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഈ സൈഡ് തന്നിട്ടില്ലെങ്കിൽ അത് എന്തായിരിക്കും, ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ വന്നാലും നിങ്ങൾ നോക്കണം, ഈ 4 ഐറ്റംസ് ഉണ്ടോ നോക്കണം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും മിസ്സിങ് വരിക. ഓക്കെ, വളരെ സിമ്പിളാണ്, ഒരു പാടുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഇല്ലസ്ട്രേഷൻ പഠിപ്പിക്കുമ്പോൾ ആ ഇല്ലസ്ട്രേഷൻ പ്രോബ്ലം കഴിഞ്ഞ ബാച്ച്, അതായത് നിങ്ങളുടെ സീനിയേഴ്സിന് 15 മാർക്കിന് ചോദിച്ച ഒരു പ്രോബ്ലം ആയിരുന്നു. വളരെ സിമ്പിളാണ്, ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ, കൂടുതൽ ടൈം എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കൂടെ പ്രോബ്ലംസ് കാണിക്കാം. ഓക്കെ, താങ്ക് യു.